ജെയ്സൺ ചാവളപ്പിൽ രണ്ടാം പ്രതി വിഷ്ണു ചന്ദ്രൻ തൃശൂരിൽ എവിടെ നിന്നാണ് പിടിയിലായത്? ഇവർ ആസൂത്രിതമായി തന്നെ നമ്മുടെ ഓഫീസിലേക്ക് രാവിലെ എത്തുകയായിരുന്നില്ലേ? കരിയോയിലൊക്കെ കയ്യിലുണ്ടായിരുന്നു, പൊടിയുണ്ടായിരുന്നു. നന്നായി നിങ്ങളെയൊക്കെ നല്ല രീതിയിൽ വിമർശിക്കുന്നുണ്ടായിരുന്നു. വിമർശനം എന്ന് പറയണോ, അസഭ്യം എന്ന് പറയണോ ജെയ്സൺ? അല്പം മുമ്പാണ് തൃശൂർ തേക്കിങ്കാട് മൈതാനിൽ നിന്നാണ് രണ്ടാം പ്രതി, അതായത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ചന്ദ്രനെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇനി 4 പേർ കൂടി പിടിയിലാകാനുണ്ട്. 4 വകുപ്പുകളാണ് ഇവർക്കെതിരെ പോലീസ് ചാർത്തിയിരിക്കുന്നത്. 329(3), 324(4), 190, അതായത് അതിക്രമിച്ച് കടക്കുക, നാശനഷ്ടമുണ്ടാക്കുക, അന്യായമായി സംഘം ചേരുക. 4-മത്തൊന്ന് സ്വകാര്യ സ്വത്ത് നശിപ്പിക്കുന്നതിനുള്ള ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ബില്ലും ഈ വകുപ്പും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. സ്വകാര്യ സ്വത്ത് നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നിയമത്തിന്റെ 5-ാം വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസാണ്. അങ്ങനെ 4 വകുപ്പുകൾ ചേർത്താണ് 6 പേർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ 2 പേർ, ഇപ്പോൾ 1-2 പ്രതികൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. 4 പേരെയും ഉടൻ തന്നെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പോലീസ് പറയുന്നത്. ഇന്ന് രാവിലെ 9:10 കൂടിയാണ് തൃശ്ശൂരിലെ ഓഫീസിലേക്ക് 6-അംഗ സംഘം എത്തുന്നു. യൂത്ത് കോൺഗ്രസ് മിഥുൻ മോഹന്റെ നേതൃത്വത്തിൽ 6-അംഗ സംഘം എത്തുന്നു. പിന്നീട് ഓഫീസിന്റെ കോമ്പൗണ്ടിലേക്ക് കടന്ന് കാറിന് മുകളിൽ അവരുടെ പതാക കെട്ടുന്നു. അതിനുശേഷം മുകളിലേക്ക് കയറുമ്പോൾ ആ സ്റ്റെപ്പിൽ മുഴുവൻ കരിയോയിൽ ഒഴിക്കുന്നു. പിന്നീട് നാം ഓഫീസ് പൂട്ടിയിരുന്ന ഓഫീസിന്റെ വാതിലിൽ അശ്ലീലം നിറഞ്ഞ പോസ്റ്ററുകൾ പതിക്കുന്നു. അതിനുശേഷം അവിടെ കരിയോയിൽ ഒഴിക്കുന്നു.